ഹലോ, ലിയാഖത്തലി മണ്ണാർക്കാടല്ലേ? ഹലോ, ലിയാഖത്തലി മണ്ണാർക്കാട്. അതെ. ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. എന്താ പറഞ്ഞേ? ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങൾ എവിടുന്ന് വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? എന്റെ പേര് ഹുസൈൻ. ഹുസൈന്. എവിടുന്ന് വിളിക്കുന്നത്? ചെമ്മാട്. ചെമ്മാട്ടെന്ന്. എന്തുമായി ബന്ധപ്പെട്ട ഡൗട്ടാണ്? നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിലെ സമുദായത്തിനെതിരിൽ ഒരുപാട് വീഡിയോകള് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചെയ്ത ഏതെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാൻ വിളിച്ചാണോ? അല്ലല്ല, അങ്ങനെ വീഡിയോയ്ക്കല്ല, ഒരുപാട് വീഡിയോകളുണ്ട്. പൊതുവെ നിങ്ങളെ വീഡിയോകളെല്ലാം മുസ്ലിം സമുദായത്തിനെതിരായിട്ട്, മുസ്ലിങ്ങളെ മുഹമ്മദ് നബിക്കെതിരായിട്ടൊക്കെയാണല്ലോ. മുസ്ലിം സമുദായം മുഹമ്മദ് നബി രണ്ടാണ് കേട്ടോ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ട് തുടക്കത്തില് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ ആ മുഹമ്മദ് നബിനെ പിൻപറ്റുന്ന ആളുകളൊക്കെ ഇവിടെ കേരളത്തിലില്ലേ? ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ല, അപ്പൊ അതല്ലേ മുസ്ലിങ്ങളെ കുറിച്ച് പറയാന്ന് പറയണതും മുഹമ്മദ് നബിനെ കുറിച്ച് പറയാന്ന് പറയുന്നത് രണ്ടാണ്. മുസ്ലിം പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. അറിയില്ല അല്ലേ? അതറിയാൻ വേണ്ടി, അതൊക്കെ അറിയുന്ന ആളാണല്ലോ നിങ്ങള് അറിയണല്ലോ. പോയിന്റ് പറഞ്ഞോളി, വെറുതെ കഷ്ടപ്പെടണ്ട. അതല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ മതം ഏതാ? നിങ്ങൾ പോയിന്റ് പറഞ്ഞോളി. അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. നിങ്ങളെ മതം ഏതാണ്? നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ ഞാൻ ഇങ്ങനെ ഉത്തരം പറയാം. നിങ്ങൾ എന്റെ ഞാൻ ചോദിക്കാൻ വേണ്ടി വിളിക്കാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നല്ല. അപ്പൊ അത് ഇപ്പം വേറൊരാളുടെ മതവും ജാതി അറിയേണ്ട കാര്യങ്ങൾക്ക് ഇല്ലല്ലോ. അല്ല, നിങ്ങൾ ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോഴേ, ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ എന്താ പറഞ്ഞത്? അതന്നെ ഞാൻ പറയുന്നത്. മുസ്ലിങ്ങളെ കുറെ 6-ാം നൂറ്റാണ്ടിലെ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരിലാണല്ലോ. എന്തെങ്കിലും ഒന്ന് ഉദാഹരണമായിട്ട് പറയും. അപ്പോഴല്ലേ അപ്പൊ നമുക്ക് സംസാരത്തിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കെതിരിലാണല്ലോ നീ സംസാരിക്കുന്നത്? അല്ലാന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കെതിരെ അല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതല്ലേ നിങ്ങളോട് പറയണത്. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുന്ന മനുഷ്യരാണല്ലോ മുസ്ലിങ്ങള്. ആ മനുഷ്യർക്കെതിരല്ല ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ആർക്കെതിരാണ്? അതല്ലേ നിങ്ങൾ പറയണ. നിങ്ങളിപ്പോ എന്ത് ചോദിക്കാൻ വിളിച്ചാ അതും അറിയും. അല്ല, അപ്പൊ അത് ആർക്കെതിരിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്റെ സംസാരം ഖുറാനിനും മുഹമ്മദ് നബിക്കെതിരൊക്കെ സംസാരിക്കും. അതിനെന്താ കുഴപ്പം? അല്ല, എന്താണ് അതിൽ കാരണം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുന്നത്? അതിന് കൃത്യമായ കാരണം ഉണ്ട്. നിങ്ങൾ ഇത്ര ദിവസം വീഡിയോ കാരണം എന്താണ് ഞാൻ ചോദിക്കുന്നത്? അതാണ് ഈ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന്? എന്താണുള്ളത് നിങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നും നല്ലത് പറയും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പറയും. നിങ്ങളൊരു പോയിന്റിൽ പറയും. അല്ലാതെ വെറുതെ ഇങ്ങനെ കാടും പടലും തല്ലിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയും, ഒരു ഉദാഹരണം പറയും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെ മതം ഏതാണ്? മനസ്സിലായില്ല? എന്റെ മതം ഏതാണെന്നോ? എന്റെ മതം മാനവികതയാണ്. മതം കേൾക്കണം. മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനവികത തന്നെയാണ്. ആണോ? ഇസ്ലാമിന്റെ ഇസ്ലാം മാനവികതയല്ല. ഇസ്ലാം ഒരു ഗോത്രീയതയാണ്. അതാരാ പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ വിളിച്ചിട്ട് എന്നോട് കച്ചറുണ്ടാക്കണ നമ്മളെന്തിനാ? നിങ്ങൾക്ക് എവിടെ കിട്ടിയത് അതൊരു ഗോത്രീയ സമൂഹമാണെന്ന്? അത് അതിലുണ്ട്. ശരി. മദീന ചാർട്ടറില് പറയണത് നമ്മൾ ഇന്നു മുതൽ ഒരു ഉമ്മത്ത് എന്നറിയപ്പെടുന്നതാണ്. എന്താ ഉമ്മത്ത് പറഞ്ഞ? സമുദായം എന്ന് പറഞ്ഞ എന്താ? ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ ഒരു വിഭാഗം പ്രത്യേകമായിട്ട് കൂട്ടം ചേരുന്നതിന് തന്നെ ഗോത്രീയത എന്ന് പറയാം. അങ്ങനെ കൂട്ടം ചേർന്ന ആ ഒരു കൂട്ടാണ്. അതെ. എങ്ങനെ കൂട്ടം ചേർന്ന? എന്തിന്റെ പേരിലായാലും നിങ്ങൾ പ്രത്യേകമായ ഒരു ജനവിഭാഗമാവുക. അതിന് തെളിവ് പറയൂ.
പ്രത്യേകമായിട്ടുള്ള ബഹളം നിങ്ങൾ ചെയ്തു എന്നല്ലേ പറഞ്ഞത്. മുഹമ്മദ് നബി പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. ഇന്നു മുതൽ നമ്മൾ മുസ്ലിങ്ങൾ ഒരു ഉമ്മത്ത് ആയിരിക്കും. ഒരു ഉമ്മത്തായിരിക്കും പറഞ്ഞാല് എന്താ ഉമ്മത്ത് പറഞ്ഞാല്? ഉമ്മത്ത് പറഞ്ഞാല് ഒരു സമുദായം. അതെ. അപ്പൊ ഒരു പ്രദേശത്ത് ഒരു സമുദായം, ഒരു സമുദായം ആയിരിക്കും പറഞ്ഞാൽ ആ സമുദായം തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. നിങ്ങളിങ്ങനെ ബേജാറായാലും എങ്ങനെ? നിങ്ങൾക്ക് പറഞ്ഞാൽ സമാധാനപ്പെടി, നമുക്ക് പറയാന്നേ. അപ്പൊ ഒരു കാലഘട്ടത്തില് ഒരു മനുഷ്യൻ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വന്നിട്ട് ആള് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ട് ഇതിൽ വിശ്വസിക്കുന്ന, ഇത് അംഗീകരിക്കുന്ന, ഇതനുസരിക്കുന്ന മനുഷ്യർ പ്രത്യേകമായിട്ട് ഒരു ഉമ്മത്തായിരിക്കും എന്ന് സ്വയം പ്രഖ്യാപിക്കുക മാത്രമല്ല, ഉമ്മത്തിനെ സത്യവിശ്വാസികൾ, സത്യത്തിന്റെ ആളുകളെ അടയാളപ്പെടുത്തുകയും അതല്ലാത്തവരൊക്കെ സത്യത്തെ നിഷേധിക്കുന്നവരും തിന്മയുടെ വക്താക്കളായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന വൃത്തികേടിന്റെ പേരാണ് ഇസ്ലാം. അതെ, അതായത് ഈ സത്യത്തിന് എതിരെ ചെയ്യുന്നവര് ഈ വ്യക്തിഗത ആൾക്കാർ തന്നെയാണല്ലോ. അല്ല, എന്താ ഈ സത്യം? അല്ല മുഹമ്മദ് ആണോ സത്യം? ഇസ്ലാം സത്യമല്ലേ? ഇസ്ലാം സത്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു നുണയാണ്. മുഹമ്മദ് പറഞ്ഞത് നുണയാണ്. അപ്പൊ അള്ളാഹു ഇല്ല? ഇല്ല. അപ്പൊ നിങ്ങളൊരു നിരീശ്വരവാദിയാണ്. അങ്ങനെ കൂട്ടിക്കോളി. നിങ്ങൾക്ക് എന്താ മുഹമ്മദ് ഉണ്ടാക്കിയ ഉമ്മത്ത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഗോത്രീയത മനസ്സിലാവണ്ടേ? ഇപ്പൊ നമ്മള് സംസാരിച്ചോടത്ത് നിക്കി, അവിടെ നിങ്ങള് പറയുന്നത് ഗോത്രീയത പറഞ്ഞാല് ഞങ്ങൾ ഗോത്രീയത ആകുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ. വിശ്വസിക്കാത്തതുകൊണ്ട് ഒരു ഗോത്രമാകുവാണല്ലോ, ഒരു ഗോത്രീയത്തിൽ പെട്ട തന്നെയാണല്ലോ. അല്ല, ഇപ്പൊ പുതുതായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പുതിയ തരം നിരീശ്വര ദൈവമില്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ നിങ്ങള്. അതിനെന്താണ് നിങ്ങൾക്ക് തെളിവ്? പറഞ്ഞുതരാം. നിങ്ങള് ഒന്ന് ശ്വാസം എടുക്കുക. നിങ്ങൾ ഇങ്ങോട്ട് ബേജാറായി ആകെ കൂടെ ബേജാറൊന്നും എനിക്കില്ല. പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഒറ്റട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണല്ലോ. നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചതല്ലേ? ഓക്കെ. ഇസ്ലാം അപ്പൊ ഗോത്രീയതയാണ്. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ മുൻനിർത്തി മുഹമ്മദ് എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ ഒരു അറേബ്യൻ ഗോത്ര നേതാവ് പറഞ്ഞ കഥകളിൽ വിശ്വസിച്ച് അയാളുടെ അണികളായി പ്രത്യേക വിഭാഗമായി പരിഗണിച്ച് അദ്ദേഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി അനുകരിച്ച് അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം തന്നെ ജീവിക്കുള്ളൂ എന്ന് ശപഥം ചെയ്ത ആൾക്കാരാണ് ഒരു ഗോത്രം എന്ന രീതിയിൽ, ഉമ്മത്ത് എന്ന രീതിയിൽ മുഹമ്മദ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ ഗോത്രത്തിന്, ആ വിശ്വാസത്തിന് പുറത്തുള്ളവരെല്ലാം ഗോത്രത്തിന് പുറത്തുള്ള ആൾക്കാരായിട്ടാണ്, മുസ്ലിമുകളായിട്ടാണ് പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരല്ലേ, നിങ്ങൾ കേൾക്ക്, അപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ നിങ്ങൾ മദ്രസയിലാണെങ്കിൽ സദർ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അനുസരണയോടെ കേട്ടിരുന്നാലല്ലേ, നമ്മൾ ഒരാള് പറയുമ്പോ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. നല്ലോണം കേട്ടോളി. അപ്പോ ഇത് ഒരു ഉമ്മത്ത് എന്ന രീതിയിലാക്കുകയും അതിന് പുറത്തുള്ളവരൊക്കെ സത്യനിഷേധികൾ എന്ന് ആക്ഷേപിക്കുകയും ചെയ്ത് മുഹമ്മദ് ഉണ്ടാക്കിയെടുത്ത ഒരു കഥ മാത്രമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സാധനം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഏതെങ്കിലും ഒരാള് ഇപ്പം ഈ ഗോത്രത്തിന് പുറത്തുള്ള ആൾക്കാരെ സാമാന്യമായിട്ട് മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്ത തരത്തിലാണ് അതിന്റെ എല്ലാ സാമൂഹ്യ നിയമങ്ങളും ഉള്ളത്. അപ്പോ ഇനി നിങ്ങൾ പറയണം മതമില്ലാത്ത ആൾക്കാർ അങ്ങനെ ആകുമ്പോ പ്രത്യേക ഗോത്രാവില്ല എന്നാണ്. ഇല്ല. മാനവികത എന്ന് ഞാൻ പറയുന്ന സാധനത്തില് മതമുള്ളവരും ഇല്ലാത്തവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഒക്കെ തുല്യമായ അന്തസ്സും അവകാശവും ഉള്ളവരാണ് എന്നതാണ് അതിന്റെ സങ്കല്പം. മാനവികത എന്ന് പറയുന്ന, നിങ്ങൾ എന്നോട് എന്റെ മതേത ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ മാനവികതയുടെ സങ്കല്പം അനുസരിച്ചിട്ട് എല്ലാ മനുഷ്യരും. ഹലോ, അത് കട്ടായി പോയി. കേക്കുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ കട്ട് ചെയ്ത് പോയി. ഇല്ല. ഓക്കെ. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോഴത്തെ മാനവികത എന്ന് പറഞ്ഞ മതത്തിന്റെ സങ്കല്പം. ഇനി ഇസ്ലാമിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാല് മുഹമ്മദ് പറഞ്ഞ ആ കഥയിൽ വിശ്വസിച്ച് മുഹമ്മദിനെ അനുസരിക്കുന്നവർ മാത്രം സത്യത്തിന്റെ ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ മോശക്കാരും. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതുകൊണ്ടാണ് ഇതൊരു ഗോത്രീയതയാണ്, ഇതൊരു ഗോത്രമാണ്, മാനവിക വിരുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോളി. ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുന്നു. പിന്നെന്താ, എന്റെ ക്ഷമ ഇവിടെ വിശ്വപ്രസിദ്ധമാണ്. ഓക്കെ.
ഇപ്പൊ നിങ്ങള് ഈ ഇസ്ലാം ഒരു ഗോത്രീയാണ്, ഇസ്ലാമിന്റെ മാത്രം ശരിയുള്ളൂ, മറ്റുള്ളതൊന്നും ശരിയല്ല നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഇസ്ലാമും മറ്റുള്ള മതങ്ങളും ഒക്കെ തെറ്റാണെന്നാണ് നിങ്ങളും പറയുന്നത്. അപ്പൊ അതൊരു ഗോത്രല്ലേ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതല്ല അതിന്റെ ശരി. അല്ല, അതും ഒരു ഗോത്രല്ല. അതിനൊരു മറുപടി പറയാം. ഇസ്ലാമും നിരീശ്വരവാദവും രണ്ടാണ്. പറഞ്ഞുതരാം. പറയട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചാ പിന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കണം. ഓക്കെ. ദൈവവിശ്വാസവും ഇസ്ലാമും ഒന്നാണോ? ദൈവവിശ്വാസവും ഇസ്ലാമും ഒന്നാണോ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഒന്നല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പല പല മതങ്ങളും പല ദൈവങ്ങളും ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. മനസ്സിലാക്കി തരാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് മറുപടി ക്ഷമ വേണം. അതിന് എന്താണ് നിങ്ങൾ എന്നോട് ഒരു കാര്യം ചോദിച്ചാല് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാണ്. അപ്പൊ നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു തീർക്ക്. അതെ, ഞാൻ പറയുന്നത് പൂർത്തിയാകുന്നതിന് മുപ്പിട്ട് നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചോണ്ടാണ് മറുപടി പറഞ്ഞത്. അതെ, നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചത് എന്താണ്? അതിന് ഞാൻ മറുപടി തീർത്ത് പറയട്ടെ. എന്താണ് മൊത്തം പറഞ്ഞു തീർക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ദൈവവിശ്വാസം ഇസ്ലാമാണോ നിങ്ങൾ ചോദിച്ചില്ലേ? ഹലോ, നിങ്ങൾ പറയേ. ദൈവവിശ്വാസം ഇസ്ലാമാണോ എന്ന് ചോദിച്ചില്ല. അതിന് പൂർണ്ണമായിട്ടുള്ള ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതിന് പൂർണ്ണമായിട്ടുള്ള മറുപടി കേൾക്കും നിങ്ങളാദ്യം. ഏതൊക്കെയായി സംസാരിക്കും ഞാൻ ചോദിച്ചത് കേട്ടോ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഏകദൈവനായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്ത് മുസ്ലിമേ. മനസ്സിലായല്ല? അല്ലാതെ ദൈവവിശ്വാസികൾ മുഴുവൻ മുസ്ലിം ആക്കല്ലിങ്ങൾ. പിന്നെ നിരീശ്വരവാദികളെ മൊത്തത്തിൽ ഒരു ഗോത്രാക്കുന്നതിന്റെ ലോജിക്ക് എന്താ എനിക്ക് മനസ്സിലായില്ല. അല്ല, അതന്നെ ഞാൻ ചോദിക്കുന്നത്. നിരീശ്വരവാദമാണ് നിങ്ങളത്. അപ്പൊ നിങ്ങളൊരു ഗോത്രം, നിങ്ങളിപ്പോ നമ്മളൊരു ഗോത്രം ആക്കിയില്ലേ? എങ്ങനെ മുസ്ലിങ്ങളൊരു ഗോത്രമാണെന്ന് പറഞ്ഞല്ലോ. മുസ്ലിങ്ങള് ഒരു പ്രത്യേക തരം ആളുകളാണ്. എന്താ അറിയോ ഇതൊരു തരം ഒരു നമ്മൾ ചെറിയ പ്രായത്തില് നമ്മളെ മനസ്സിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സീലാണ്. എന്ത് നമ്മള് പുറത്തുനിന്ന് ഇൻഫർമേഷൻ ഒന്നും എടുക്കൂല എന്നുള്ളത്. അതായത് കേൾക്ക്, ഒരു മിനിറ്റ് കേൾക്ക്. ഇങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ സംസാരിച്ചങ്ങനെ. ദൈവവിശ്വാസികൾ എല്ലാവരും മുസ്ലിങ്ങളല്ല, പക്ഷെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെല്ലാം നിരീശ്വരവാദികളാണ്. അങ്ങനെയാണോ? അല്ല. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറഞ്ഞ നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. മനസ്സിലായി? ഇത് കേൾക്കുന്ന ആൾക്കാരെ ഒക്കെ മനസ്സിലാവും ചെയ്യും. അതായത് നിരീശ്വരവാദവും ഈശ്വര വിശ്വാസവും എന്ന് പറയുന്നതാണ് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങള്. മനസ്സിലായോ? അതായത് അതല്ലാതെ ഇസ്ലാമും നിരീശ്വരവാദവും എതിർചേരികളായിട്ടല്ല നിൽക്കുക. ദൈവവിശ്വാസികൾ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കി, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചിന്തയാണ്. ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവവിശ്വാസി. ആ ദൈവത്തിന്റെ പേര് പല ദൈവവിശ്വാസികൾക്കും പലതായിരിക്കും. അതിന്റെ ക്രിയേഷനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വേറെ ആയിരിക്കും. അവരുടെ ആചാരം, മതം ഒക്കെ വേറെ ആയിരിക്കും. ഇനി നിലവിലുള്ള ഒരു മതത്തെയും അംഗീകരിക്കാത്ത ദൈവവിശ്വാസികൾ ഉണ്ടാവും. ഉണ്ടാവൂലേ? നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മതവും ദൈവവിശ്വാസവും ഒന്നായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. മതവിശ്വാസികൾ പൊതുവിൽ ദൈവവിശ്വാസികളാണ് എന്നേ ഉള്ളൂ. അതിനർത്ഥം ദൈവവിശ്വാസികളെല്ലാം മതവിശ്വാസികളാണ് എന്നല്ല. ഈ മതത്തിന് ഒന്നിനെയും അംഗീകരിക്കാത്ത, ഒരു മതത്തെയും അംഗീകരിക്കാത്ത ദൈവവിശ്വാസികളെ എനിക്കറിയാം. അങ്ങനത്തെ സമൂഹങ്ങൾ ലോകത്തുണ്ട്. അപ്പൊ ഇതാണ് ദൈവവിശ്വാസം. ഇനി ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പത്തിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്തവരോ അതുണ്ട് എന്ന് വിശ്വസിക്കാത്തവരോ ആയിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യർ, അല്ലെങ്കിൽ ആ ഒരു ചിന്താ രീതിയുടെ പേരാണ് നിരീശ്വരവാദം. എത്തീസം എന്ന് പറഞ്ഞാൽ, അതായത് തീസം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എത്തീസം. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഗോത്രമല്ല. ദൈവവിശ്വാസികൾ എല്ലാവരും ഒരു ഗോത്രാണോ? ദൈവവിശ്വാസികൾ എല്ലാവരും ഒരു ഒറ്റ ഗോത്രാണോ? അല്ലല്ല. അതേപോലെ തന്നെയാണ് ദൈവവിശ്വാസികളെല്ലാം ചേർന്ന് ഒറ്റ സമൂഹമല്ല, ഒറ്റ ഗോത്രമല്ല എന്നതുപോലെ തന്നെ ഈ മതങ്ങൾ പറയുന്ന ദൈവത്തെ അംഗീകരിക്കാത്തവർ അല്ലെങ്കിൽ ദൈവത്തെ ഇല്ല എന്ന് വിചാരിക്കുന്നവർ അവരും ഒറ്റ സമൂഹമോ ഒരു ഗോത്രമായിട്ടല്ല.
അപ്പൊ അവരും ഒരു ഗോത്രമാണ്. ദൈവവിശ്വാസം ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ വേറെ വേറെ ഗോത്രങ്ങളാണ് അല്ലെ? ദൈവവിശ്വാസികള് പല ഗോത്രങ്ങളാണ്. പല ഗോത്രങ്ങളാണ്. ദൈവമില്ല എന്ന് പറയുന്നവർ ഒരു ഗോത്രമാണ്. ഒറ്റ ഗോത്രമാണ്. ആ ഒരാളോടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഓക്കെ അത് നിങ്ങൾ ഉണ്ടാക്കിയ വൈക്കോൽ മനുഷ്യൻ നിങ്ങളെ തീ കൊടുത്താൽ മതി. അതായത് ദൈവവിശ്വാസമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ സംസാരിക്കാൻ സമ്മതിക്കാതെ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയുമാണ്, നിങ്ങൾക്ക് കേൾക്കാൻ വയ്യ. അല്ല, നിങ്ങൾ തന്നെ പറയുന്നത്, നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. കേൾക്കുന്നുണ്ടല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയണത് കേൾക്കണം. ഞാൻ പറയുമ്പോ നിങ്ങളത് കേൾക്കണം. നിങ്ങളിപ്പോ എന്നെ വിളിച്ചതല്ലേ? അല്ല, നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ? അതെ. ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി വിളിച്ചതല്ലേ? അതെ. അല്ലേ? അപ്പൊ കേൾക്കണം. അതെ. അപ്പൊ നിങ്ങൾ കേൾക്കണം. അപ്പൊ ദൈവവിശ്വാസം ഇത്രേ ഉള്ളൂ, ലളിതമായി ചോദിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നിർത്തുമ്പോ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങൾ സംസാരിക്കുക. അപ്പൊ നിങ്ങൾ നിർത്തുന്നില്ലല്ലോ, തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് സ്വഭാവമാണ് സുഹൃത്തെ? ഇതാണ് നിങ്ങളെ കൾച്ചർ. നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പോ ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ പറഞ്ഞ കുറെ നുണകളുണ്ട്. അതിന് മറുപടി പറയാതിരിക്കാനാണ് നിങ്ങൾ പെടുന്നത്. ഞാനിപ്പോ പറഞ്ഞ ഒരു നുണ നിങ്ങൾ പറഞ്ഞുതരാം. നിരീശ്വരവാദികളൊക്കെ ഒരു ഗോത്രാണ് എന്ന് പറഞ്ഞു. സമ്മതിച്ചല്ലോ. ഇല്ല, അത് നിങ്ങൾ പറഞ്ഞ നുണയാണ്. നിങ്ങൾ കേട്ടോ, ഞാനൊരു ഗോത്രാണ്. അതാണ് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത്. നിരീശ്വരവാദികളൊക്കെ ഗോത്രമാണ് എന്ന് നിങ്ങളോട് പറയുന്നത് അബദ്ധമാണെന്നാണ് ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് അതാണ് മനസ്സിലായത്? അതെങ്ങനെ അബദ്ധാവുന്നത്? അത് നിങ്ങൾക്ക് അബദ്ധാവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞതൊന്ന് കേട്ടിരിക്കേ. ഓക്കെ, അതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഇത് ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള രണ്ട് ചിന്താ പദ്ധതിയാണ്. ആ രണ്ട് ചിന്താധാരകളിലുള്ള ആളുകളെല്ലാവരും പ്രത്യേകം ഓരോ ഗോത്രങ്ങളല്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ഒരു ഒറ്റ ഗോത്രമല്ല, അവർ പല പല ഗോത്രങ്ങളാണ് എന്ന പോലെ. ദൈവത്തെ അംഗീകരിക്കാത്തവരിലും ദൈവമുണ്ടോ ഇല്ലേ എന്ന് അറിയാത്തവർ, ദൈവമുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ, ദൈവമേ ഇല്ല എന്ന് വാദിക്കുന്നവർ, ഇങ്ങനെ പലതരം ചിന്തകളുള്ള മനുഷ്യരുണ്ട്. അപ്പോഴും അവർ പോലും പ്രത്യേകം ഗോത്രമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗോത്രം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ്, റെഗുലേഷൻസ്, ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയിട്ട് ഒരു ഗോത്രം പൊതുവിൽ സ്വീകരിക്കേണ്ട ഒരു 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 ജീവിത രീതി, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനമാണ്. പൊതുവിൽ ദൈവനിഷേധികൾ അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തവരോ ദൈവവിശ്വാസം ഇല്ലാത്തവരോ ദൈവവിശ്വാസം ഉള്ളവരിൽ തന്നെയും മതങ്ങൾ അംഗീകരിക്കാത്തവരോ ആയിട്ടുള്ള മനുഷ്യർ, അവർ സാമൂഹിക നിയമങ്ങളായിട്ട് അംഗീകരിക്കുന്നത് ആധുനിക ലോകത്ത് മനുഷ്യരുണ്ടാക്കിയെടുത്തുള്ള സാമൂഹിക നിയമങ്ങളാണ്, രാഷ്ട്രീയ നിയമങ്ങളാണ്. മതങ്ങൾക്ക് പക്ഷെ പ്രത്യേകം നിയമങ്ങളാണ് എല്ലാ കാര്യത്തിനും. ആ മതങ്ങളെ അംഗീകരിക്കാത്തവർ, അതിൽ ദൈവവിശ്വാസികൾ ഉണ്ടാവും, നിരീശ്വരവാദികൾ ഉണ്ടാവും, അജ്ഞേയവാദികൾ ഉണ്ടാവും. ഇവരൊക്കെ പൊതുവിൽ സാമൂഹിക ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് അവർ പാലിക്കുന്ന നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങൾ, ധാർമ്മികത എന്നൊക്കെ പറയുന്നത് മനുഷ്യരായിട്ട് രൂപീകരിച്ചിട്ടുള്ള പൊതു ധാർമ്മികതയാണ്. ആ പൊതു ധാർമ്മികതയുടെ അടിസ്ഥാനമാണ് എന്ത്? മാനവികത എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും തുല്യരായ അന്തസ്സും അവകാശവും ഉള്ളവരാണ്. മനസ്സിലായോ? അതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. ഇത് മാനവികത എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ. ഇപ്പം മാനവിക ചിന്തയിലുള്ള ആളുകളിൽ ദൈവവിശ്വാസം ഉള്ളവരും ഉണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാവാം. പക്ഷെ ഒരു മതവാദിക്ക് ഒരിക്കലും ഒരു മാനവികവാദി ആവാൻ കഴിയില്ല. കാരണം മതവാദി എപ്പോഴും തന്റെ ഗോത്രത്തിന് മുൻഗണന കൊടുക്കുന്ന ആളാണ്, തന്റെ ഗോത്രത്തിന്റെ പ്രതിനിധി മാത്രമാണ്. നിങ്ങൾ പറഞ്ഞോളി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ല, ഞാനൊന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചോട്ടോ. 5 മിനിറ്റ് പറയാലോ, പോയിന്റുകൾ പറയും. അല്ല, ഇടയിൽ കയറരുത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ ക്ഷമയോടെ കേട്ടിരിക്കില്ല. പറഞ്ഞോളി. അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കണം കേട്ടോ. പറഞ്ഞോളി, കേട്ടോളാം. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളൊരു ഗോത്രമാണെന്ന് പറയാൻ കാരണം, ഇപ്പൊ ദൈവവിശ്വാസികൾ പല ഗോത്രങ്ങളാണല്ലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ, ഇസ്ലാം. മനസ്സിലായില്ല? അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ മറ്റൊരു വിശ്വാസിയാണ്, അതായത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്. അപ്പൊ നിങ്ങളൊരു ഗോത്രമാണ്. ഇതും ഒരു മതം തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളതാണ്.
നിങ്ങളിങ്ങനെ മണ്ടത്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ സമയം കളയണ്ട. ഇതേ മണ്ടത്തരമാണ് നിങ്ങൾ ആവർത്തിച്ച് 3 തവണ പറഞ്ഞ സംസാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ മണ്ടത്തരം കേട്ടിരിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, ഞാൻ ഒരു മണ്ടത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങളും കേട്ടിരിക്കണ്ട. ഇല്ല ഇനി സമയമില്ല. അങ്ങനെ മണ്ടത്തരം കേട്ടിരിക്കാൻ സമയമില്ല. നിങ്ങൾ പോയിന്റുകൾ പറയുന്നത്. നിങ്ങൾ പറയുന്ന മണ്ടത്തരം മുഴുവൻ ഞാൻ കേട്ടിരിക്കാം. ഞാൻ പറയുന്ന മണ്ടത്തരം ഞങ്ങൾക്ക് കേട്ടിരിക്കാൻ സമയമില്ല. മണ്ടത്തരം കേട്ടിരിക്കാൻ സൗകര്യമില്ല. മണ്ടത്തരം പറയാറില്ല. മണ്ടത്തരം പറയാറില്ല. മണ്ടത്തരം കേട്ടിരിക്കാൻ സൗകര്യമില്ല. തെളിവ് പറയും. നിങ്ങൾ പറഞ്ഞ വാദത്തിന് തെളിവ് പറ. അതല്ല ഞാൻ പറയുന്ന വാദത്തിന് തെളിവ്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എതേ കയറില്ലേ? പറയുന്നതൊന്ന് കേട്ടിരിക്കോ നിങ്ങള്? പ്ലീസ് ഒന്ന് മിണ്ടാണ്ടിരിക്കും. അപ്പൊ നിങ്ങളെ വിശ്വാസം എന്താണ്? ഒരു അന്ധവിശ്വാസമാണ് നിങ്ങൾക്ക്. എന്റെ വിശ്വാസം ഞാനല്ലേ പറയാ. നിങ്ങളെ വിശ്വാസം നിങ്ങളെ വിശ്വാസം ഒരു അന്ധവിശ്വാസമാണ്. നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാണ് ദൈവം ഇല്ലാന്ന്. എന്ത് അല്ലേ? നിങ്ങൾ ഞാൻ അങ്ങനെ ദൈവമില്ലാന്ന് അന്ധമായി വിശ്വസിക്കുന്ന ആളല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്. ഞാനല്ലേ പറയണേ. എന്റെ വിശ്വാസം ഞാനാ നിങ്ങളെ പറയാം. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുന്നത് അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ അടിച്ചാക്ഷേപിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയും, എന്റെ വിശ്വാസം ഞാനല്ലേ പറയാ. നിങ്ങൾ മറുപടിയല്ല പറയുന്നത്. അത് നുണ പറയരുത്. നിങ്ങൾക്ക് അത് നിങ്ങൾ വേറെ ആളെ നോക്ക് സുഹൃത്തെ. അങ്ങനെ വർത്തമാനം പറയാൻ വേറെ ആരെങ്കിലും കൂലിക്ക് ഒരാളെ പിടിച്ചിരുത്ത്. ഹലോ, മനസ്സിലായോ? എന്റെ വിശ്വാസം ഞാനാണ് പറയുക. അപ്പൊ നിങ്ങൾക്കത് തെറ്റാണോ ശരിയാണോ സ്ഥാപിക്കാം. അങ്ങനെ കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞത് ക്ലിയർ ചെയ്യേ. എന്റെ വിശ്വാസം എന്താണ്? എന്റെ വിശ്വാസം എന്താണ് അത് പറയേ. എന്റെ വിശ്വാസം എന്താണ്? എന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചോ? അതെല്ലാം ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ചോ? അത് ചോദിച്ചോ? നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഞാനൊരു നിരീശ്വരവാദിയാണ്, വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ? നിങ്ങൾ പറഞ്ഞത് ഞാനൊരു നിരീശ്വരവാദിയാണ്. ഞങ്ങളോട് പറഞ്ഞോ? ശരി, നിരീശ്വരവാദിയാണ്, ദൈവമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾ എന്താ പറയാൻ പോണേ? കേക്കട്ടെ. അത് ഇല്ലാന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ അന്ധമായ വിശ്വാസമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല, അന്ധമായ വിശ്വാസമല്ല. ദൈവം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെന്താ ഞങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് അന്ധവിശ്വാസമാണെന്ന് ദൈവം ഇല്ലാന്ന് അത് പറയാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ പുതിയ നൂറ്റാണ്ടിൽ വന്നതല്ലേ? അപ്പൊ നിങ്ങൾ ജയിച്ചു. അപ്പൊ നിങ്ങൾ ജയിച്ചു. അതെ, ഞാനൊരു അന്ധവിശ്വാസിയാണ്. ഓക്കെ, വളരെ ശരിയേ. ഓക്കെ, സന്തോഷായില്ലേ? ഗുഡ് ബൈ. സന്തോഷായില്ലേ? റെക്കോർഡ് ചെയ്ത് വിടും. സന്തോഷായില്ലേ? തീർച്ചയായിട്ടും സന്തോഷായില്ലേ? ഓക്കെ, സന്തോഷായി. ഇസ്ലാം ഗോത്രാണെന്ന് ഉറപ്പിച്ച് സമ്മതിച്ചല്ലോ അല്ലേ? അത് മതി. ഇസ്ലാമും ഗോത്രാനും നിങ്ങളൊരു അന്ധവിശ്വാസിയാണ്. ആയിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഞാൻ ഏറ്റവും വലിയ അന്ധവിശ്വാസിയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നില്ല. എന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ എന്താ കാര്യം നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? പറഞ്ഞുതരാൻ പറ്റും. പറഞ്ഞുതരാം. എനിക്കൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, അതിപ്പോ മാറിക്കിട്ടി. അതായത് നിങ്ങളോടൊക്കെ ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റണം. വായ അടച്ചിരിക്കേ, എന്നാലേ കേൾക്കുള്ളൂ, ചെവി തുറക്കുള്ളൂ. ഓക്കെ. അപ്പം ഈ ഈശ്വരവിശ്വാസികളെ പോലെ നിരീശ്വരവാദികളും അന്ധവിശ്വാസികളാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. അതൊരു അന്ധവിശ്വാസം ആണെങ്കിലും ആ അന്ധവിശ്വാസം മറ്റൊരാളുടെ മേല് തട്ടൂല. ഈ ഒരാളിപ്പോ ഒരു നിരീശ്വരവാദിയാണ്, അയാൾ ഒരു മതവിശ്വാസിയായി മാറുമ്പോൾ അവനെ കൊല്ലണം എന്ന് എഴുതി വെച്ച ഒരു നിരീശ്വരവാദ ഗ്രന്ഥവും ഇല്ല. അതേ സമയത്ത് എല്ലാത്തിനും തെളിവ് തരും. അതിന് നിങ്ങൾ ആദ്യം വായ അടച്ചിരിക്കണം. ഓക്കെ. നിരീശ്വരവാദം ഇസ്ലാമിന്, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ദൈവവിശ്വാസികളെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവമുണ്ട് എന്ന അന്ധവിശ്വാസം. അതേപോലത്തെ മറ്റൊരു അന്ധവിശ്വാസമാണ് നിരീശ്വരവാദം അന്ധവിശ്വാസമാണ് എന്ന വലിയ അന്ധവിശ്വാസം. അത്തരം അന്ധവിശ്വാസങ്ങളിൽ ആശ്വസിക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ട്. ഇനി അതൊരു അന്ധവിശ്വാസമാണ് എന്ന് നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് സമ്മതിച്ചാൽ പോലും ആ അന്ധവിശ്വാസം മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല. ഒരാൾക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ദൈവമില്ല എന്നാണ് അയാളുടെ വാദം എന്നതുകൊണ്ട് അയാളുടെ ജീവിതം മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അതേ സമയത്ത് മതഗോത്രങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിന്റെ പ്രതിനിധിയാണല്ലോ,
അപ്പൊ നമ്മള് ദൈവവിശ്വാസം വിട്ടിട്ട് ഇസ്ലാമിലേക്ക് പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. ഇല്ല അങ്ങനെയൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കേൾക്ക്. നിങ്ങൾ ബഡായി പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടതല്ലേ? നിങ്ങൾ പറഞ്ഞ ബഡായി മുഴുവൻ ഞാൻ കേട്ടതല്ലേ? ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ തെളിയിച്ചോ? തെളിയിച്ചത് കണ്ടല്ലോ. അതാണ് ഞാൻ അത് കേൾക്കി. നിങ്ങൾ ഈ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ. പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി, ഇല്ലെങ്കിൽ വണ്ടി വിട്. പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ലല്ല, പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഓരോ ഇഷ്ടത്തിന് എങ്ങനെയാണ് പറയാ? എന്ത് പറയണേ? ചോദിച്ചാൽ നിങ്ങൾ എന്താ തെളിവ് വേണ്ടേ? എന്താ തെളിവ് വേണ്ടേ? പറയും. എന്താ തെളിവ് വേണ്ടേ? മുസ്ലിം അല്ലാത്തവരല്ലേ കൊല്ലണം എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. മുസ്ലിം അല്ലാത്തവനെ കൊല്ലണം എന്നല്ല പറഞ്ഞത്, ഇസ്ലാം ഉപേക്ഷിച്ചുള്ള കൊല്ലണം എന്നാ പറഞ്ഞത്. അതെവിടെയുള്ളത്? മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. പോയി ഉസ്താദിനോട് ചോദിച്ചോ എന്താണ് എന്താ അർത്ഥം, നിങ്ങൾ പറയും. മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ആ ഏതാ ഹദീസാണത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ബഹളുണ്ടാക്കൽ നിൽക്കവിടെ. തെളിവ് കേൾക്കുമ്പോ എന്നിട്ട് ഈ അസ്വസ്ഥത. തെളിവ് കേൾക്കുമ്പോ എന്നിട്ട് ഈ അസ്വസ്ഥത. നിങ്ങൾ ഒരു ആയത്തോ ഹദീസോ ഉദ്ധരിക്കുമ്പോ എവിടെയാണ്, ഏത് കിതാബിലാണ് ഒക്കെ പറഞ്ഞുതരാം. അടങ്ങി അവിടെ ഇരുന്നു കേട്ടോ. മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? എന്താ അർത്ഥം മനസ്സിലായോ? അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു അതും അറിയില്ല. ഒരു മിനിറ്റ്. ഇസ്ലാമില് സഹീഹായി രേഖപ്പെടുത്തപ്പെട്ട നിരവധിയായ തവണ ആവർത്തിച്ച ഒരു ഹദീസാണിത്. ഇത് സഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. പറയട്ടെ, ഞാൻ പറയുന്നതിന്റെ ഇടയിൽ തോക്കിനുള്ളിൽ കയറല്ലേ? അവിടെ അടങ്ങിയിരിക്കുക. നിങ്ങളെ കിതാബിലുള്ളതാണ്. പറഞ്ഞു തരാന്ന് അവിടെ ഇരിക്കേ. അടങ്ങിയിരിക്കുക അവിടെ. കേൾക്ക്. ഓക്കെ. ഈ ഗോത്ര ചിന്ത കൊണ്ട് അവനവന്റെ ഗോത്രത്തിനെതിരെ സംസാരിക്കുന്നവനെ കൊല്ലണം എന്ന ചിന്തയുമായി അങ്ങനെ ചിന്ത പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ വക്താവ് ആ കൊല്ലം കേൾപ്പില്ലാത്ത കാലത്ത് തെറി വിളിക്കാനും ഒച്ചയിടാനും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഈ മതത്തിന്റെ നിങ്ങളെ കാര്യം നിങ്ങൾ ഒച്ചയിട്ടാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആണ്. പക്ഷെ നിങ്ങൾ അസ്വസ്ഥനാണ്. എന്താ ചെയ്യേണ്ടത്? ഇതിന് സഹീഹായ ഹദീസിൽ നിന്ന് തെളിവ് തന്നാൽ നിങ്ങളെ വാർത്ത അത് എവിടെയാണ്, ഏത് കിതാബ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു തന്നാൽ അതിന് തെളിവ് തന്നാൽ നിങ്ങളുടെ അടുത്ത മറുപടി എന്താണ്? അതിന് തെളിവ് ഞാനത് അതിന്റെ മുൻപും പിമ്പൊക്കെ വായിക്കണ്ടേ? എന്ത് മുമ്പും പിമ്പും? ഈ പറഞ്ഞ വാക്കിന്റെ മുന്നിൽ എന്താണ് പിന്നിൽ എന്താണ് റസൂൽ അത് പറയാനുള്ള കാരണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണ്ടേ? ശരി. അപ്പൊ ഒരാൾ മതം മാറിയാൽ ഒച്ചയിട്ട് ജയിച്ചു പോകുന്ന ഗോത്രകാലത്തല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. ഉറക്ക ഒച്ചട്ടതുകൊണ്ട് ജയിച്ചു പോകുന്ന ഗോത്രകാലത്തല്ല സംസാരിക്കുന്നത്. നിങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ അവനെ കൊന്നു കളയണം എന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ആ ഗോത്രത്തിന്റെ ആള് വന്നിട്ട് പറയാണ് നിരീശ്വരവാദം എന്ന് പറഞ്ഞ ഗോത്രമാണത്രേ. ഇലിയാക്കത്തലി റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയരുത്. അത് എവിടെ പറഞ്ഞു, ഏത് കിതാബ്, എത്രാമത്തെ? അത് പറഞ്ഞാൽ എന്താ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് പറയണോ? അപ്പോഴതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അതിങ്ങോട്ട് പറയാൻ പറ്റില്ലേ? പറയട്ടെ. അത് പറയണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയില്ല. ഇത് എവിടെ അത് അറിയാൻ എനിക്കൊരു പണിയില്ല. നിങ്ങൾ അതിന് പറഞ്ഞു തന്നാ മതി. ഏത് കിതാബ്, എത്രാമത്തെ ഹദീസിലോ ഒന്ന് പറഞ്ഞു തന്നാ മതി. അപ്പൊ പറഞ്ഞു തന്നാൽ നിങ്ങൾ പോയിട്ട് അത് ചെയ്തോളൂ. ഇല്ല, ഞാൻ പോയിട്ട് ചെയ്യണം. എനിക്കിപ്പോ തന്നെ നോക്കിയാൽ കാണാം. നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കി പറയും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു ഹദീസ് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല? ഇല്ല കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കേട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ മുമ്പത്തുള്ളത് എന്താണെന്നുള്ളതോട് ഞാൻ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ. പറയും. സുനൻ നസായി എടുത്തോളി. നിങ്ങൾക്ക് കിതാബ് ഉണ്ടല്ലോ അല്ലേ? സുനൻ നസായി എടുത്തോളി. സുനൻ നസായി ആരുടെ കിതാബാ? ഗ്രന്ഥരചിതാവാരെ? പറയും. സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊക്കെ അറിയാം. അറിയോ? എന്നാ ഏതൊക്കെയാ കിതാബ്? എന്താണ് സിഹാഹു സിത്ത എന്ന് പറഞ്ഞാ? എന്താണ് നിങ്ങൾ ഇത് പറഞ്ഞു തരുന്നോ? എന്താണ് പറഞ്ഞല്ലോ?
ആ ഗ്രന്ഥം ആര് രചിച്ചതാണ്? അത് പറയ്. അപ്പൊ അത് പറയണം. അപ്പൊ സുനൻ അൻ നസായി എന്നൊരു കിതാബിന്റെ പേര് നിങ്ങൾ കേട്ടിക്കണോ ഇല്ലേ? കേട്ടിട്ടുണ്ട്. അത് ആര് എഴുതിയതാ? അത് ആ ഗ്രന്ഥത്തെ ആരായാലും അത് സഹീഹായ ഗ്രന്ഥം. അതൊന്നും അറിയില്ലല്ലേ? എണ്ണിക്കോ പിടിച്ചോ. സുനൻ നസായി 4059. മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ്. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ആരെങ്കിലും ഒരാള് മതം മാറിയാൽ ചോദിക്കുന്നത്. അതെ അതെ. സുനനുൻ നസായി, സുനനുൻ നസായി, സഹീഹ് ബുഖാരി എന്നൊക്കെ ചോദിക്കുമ്പം അത് ആരെഴുതിയതാണ്? അതൊക്കെ ആരാ രചിച്ച? ബുഖാരി അതൊക്കെ നമുക്കറിയാം. സുനൻ നസായി ആരാ രചിച്ചതാ? ബഹളം ഉണ്ടാക്കണ്ട. സുനൻ നസായി സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇത് പറഞ്ഞേരി ഇത് ആര് രചിച്ചതാണ്? സുഹൃത്തെ ഒച്ച ഉണ്ടാക്കണ്ട, ബഹളം ഉണ്ടാക്കണ്ട. എന്നെ ഫോണിൽ വിളിച്ചതാണ് മാന്യമായിട്ട് സംസാരിക്കണം. ഒച്ച അടക്കി സംസാരിക്കണം. ഒച്ച എടുക്കാൻ എനിക്കറിയാം. ഒച്ച കുറക്ക്. തനിക്കൊരു കുന്തം അറിയില്ല ഇസ്ലാമിനെ കുറിച്ച്. സിഹാഹു സിത്ത എന്ന് പറയണ്ട. എന്താ സിഹാഹു സിത്ത? അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി. സിഹാഹു സിത്ത പറയേ. സിഹാഹു സിത്ത പറയുമ്പോൾ സുനൻ നസായി എന്താന്ന് പറഞ്ഞു തരാന്ന്. അവിടെ നിൽക്കുക. അനക്ക് സ്പൂണിൽ ഇങ്ക് കുറുക്കി തരാൻ ഞാൻ പിന്നെ അനക്കെന്താ പറയാൻ പേടിയോ? അനക്കെന്താ പറഞ്ഞു? നീ അത് പറഞ്ഞാലോ അവന്റെ വാപ്പാന്റെ പേര് വെക്കോ? ഇനി അത് പറഞ്ഞാല് ഓന്റെ വാപ്പാന്റെ പേര് അങ്ങനെ നിക്ക്. അവിടെ നിക്ക് കേട്ടോ. ഇനി ഇത് പറഞ്ഞു അവന്റെ വാപ്പാന്റെ പേര് വെക്കോ? രചയിതാവിന്റെ പേരുണ്ട് പറഞ്ഞു. രചയിതാവിന്റെ പേരാണ് ആൾക്കാരെ പരിചയമുണ്ടല്ലോ. ഈ പിന്നെ സുനൻ ഇബ്നു മാജ, സുനൻ നസായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതാര് രചിച്ചതാണെന്നോ ഇതാരുടെ പുസ്തകമാണ് എന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇന്ന് കേട്ടോ, ഈ നസായി എന്ന് പറയുന്നത് തന്നെ ഒരു ഇമാമിന്റെ പേരാണ് കേട്ടോ. അത് രചിച്ച ആളുടെ പേരാണ് നസായി. അയാളുടെ ചുരുക്കപ്പേരാണ് നസായി. മുഴുവൻ പേര് കേൾക്കണം. പറയാം. അയാള് എന്താണ് റഹിമാനുള്ള എന്നൊരു പേരുണ്ട്. ഇമാം അഹമ്മദ് അൻ നസായി എന്നാണ് അയാളുടെ പേര്. ഇനി എന്താ അറിയണ്ടേ? ഇമാം അഹമ്മദ് അൻ നസായി. അതെ, ഇമാം അഹമ്മദ് അൻ നസായി. ചെവി കേക്കൂലേ? കേട്ടോ, ഇമാം അഹമ്മദ് അൻ നസായി കേട്ടോ. ഇമാം അഹമ്മദ് നസായി ഇമാം അഹമ്മദ് അൻ നസായി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ സ്ഥലപ്പേരായിരിക്കും, വീട്ടുപേരായിരിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായില്ല. ഈ ഗ്രന്ഥം രചിച്ച ആളുടെ പേര് കിട്ടിയപ്പോ എല്ലാ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഗ്രന്ഥം ഈ സുനൻ നസായി രചിച്ച ആളെ പേര് അതല്ല. പിന്നെന്താണ്? പറയും. അപ്പൊ അതുപോലെ പറഞ്ഞിട്ട് പോയാൽ മതി. വലിയ വെടായി ഒന്നും പറയണ്ട. ആ രചിച്ച ആളുടെ പേര് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങള് ഇതൊന്നും അറിയാം. സെർച്ച് ചെയ്തിട്ട് വേണോ? അതെ, വണ്ടി ഓടിക്കണ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അനക്ക് സെർച്ച് ചെയ്താലും കിട്ടൂല. വണ്ടി ഓടിക്കണം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്ന് വണ്ടി ഓടിക്കാണെന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങൾക്ക് അറിയില്ല. ഇത് നമ്മളിപ്പോ സുനായിന്റെ ഈ നസായിന്റെ വാപ്പ അല്ല, ഇയാളുടെ വാപ്പാന്റെ പേരും ഇയാളുടെ ആധാർ കാർഡും സെർച്ച് ചെയ്യലല്ലോ. മതം വിട്ടവനെ കൊല്ലണം എന്ന ഹദീസിനെ കുറിച്ചല്ലേ ചർച്ച? അതെ അല്ലേ? ഈ ഹദീസ് ഗ്രന്ഥം ഏതാണ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്കൊരു കുന്തം അറിയില്ല. മനസ്സിലായോ? നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നിങ്ങളൊരു മുസ്ലിം പോലും ആണെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ഒരു മുസ്ലിം ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിങ്ങളൊരു മുസ്ലിം ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സുനൻ നസായി എന്ന് പറഞ്ഞപ്പോ അത് ആരെഴുതിയതാണെന്നാ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ അഹമ്മദ് പറഞ്ഞാൽ അത് കാല റസൂലുള്ളാഹി ആവുമോ? കാല റസൂലുള്ളാഹി പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങി. എന്നാ കേട്ടോളി.
അപ്പൊ ബുക്ക് എഴുതിയ ആളെ പേര് കിട്ടിയാലോ? നീ കേട്ടോ ഹദീസ് എന്താന്ന് കുന്തൊന്നും അറിയില്ല. ഓക്കെ, അപ്പോ നസായിന്റെ പേര് കിട്ടിയാലോ? ഇമാം അഹമ്മദ് അൻ നസായി എഴുതിയ അദ്ദേഹത്തിന്റെ ഹദീസ് കളക്ഷൻ ആയിട്ടുള്ള സുനൻ അൻ നസായി എന്ന് പറയുന്ന സിഹാഹു സിത്ത എന്ന് പറയുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള എന്നാ പറയാ അതൊക്കെയാണ് സിഹാഹു സിത്ത ഏതൊക്കെയാണെന്ന് പറഞ്ഞാണി. ആയിക്കോട്ടെ, സിഹാഹു സിത്തായിന്ന് എടുത്തുതരാം. സിഹാഹു സിത്ത സിഹാഹു സിത്ത എന്ന് പറയുന്ന ബുക്കുകൾ പറയൂ. അല്ലല്ല, സിഹാഹു സിത്തയുടെ ഇങ്ങോട്ട് നോക്കേ, ഇത് തൂ വരകുന്നത് നാട്ടുകാർ മൊത്തം കേക്കൂട്ടോ. ഇനി സിഹാഹു സിത്ത അവിടെ നിൽക്ക് ബഹളം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എങ്ങനെ ഉരുണ്ടിട്ടൊന്നും എന്റെ മുമ്പിൽ പോകാൻ പറ്റില്ല. ആണോ അല്ലേ നിങ്ങൾ പറയും? അല്ല. എന്നാൽ ഒരു മിനിറ്റ് സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്? എത്ര ഗ്രന്ഥങ്ങളുടെ സമാഹാരാണ്? 6. ആ 6 പേരൊന്നും പറഞ്ഞ കേക്കട്ടെ. അല്ല, നിങ്ങൾ പെടൂലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിക്ക്. സിഹാഹു സിത്തയിൽ സുനൻ നസായി പെടൂലെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ 6 ഏതൊക്കെയാണെന്ന് പറയും. എന്നാ പറഞ്ഞോളി. അത് ഫസ്റ്റ് ഖുർആനാണ്. എങ്ങനെ പറഞ്ഞോളി? ഫസ്റ്റ് ഖുർആനാണ്. സിഹാഹു സിത്തയിലത്തെ ഫസ്റ്റത്തെ ഖുർആനാണ് അല്ലേ? പറയും. നിങ്ങളെ ഇൽമ് നാട്ടൊരു മുഴുവൻ കേക്കട്ടെ. രണ്ടാമത്തത് പിന്നെ ബുഖാരി. രണ്ടാമത്തത് മുസ്ലിം. മൂന്നാമത്തത് പിന്നെ വേറെന്താണ്? മൂന്നാമൂടി ഉണ്ട്, പേര് ഓർമ്മയിൽ വരുന്നില്ല. പറഞ്ഞിട്ട് പോയാൽ മതി. സെർച്ച് ചെയ്യേ. എങ്ങനായാലും സെർച്ച് സിഹാഹു സിത്തയിൽ പെട്ട ഒരു ഗ്രന്ഥാണ് ഖുർആൻ അല്ലേ? അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. പൊന്നാര ചങ്ങായി. എങ്ങനെ സിഹാഹു സിത്ത എന്ന് പറയുന്ന ഒരു മിനിറ്റ് സിഹാഹു സിത്തയിൽ പൊന്നു സഹോദരനൊക്കെ ആ പൊന്നു സഹോദരിയൊക്കെ അവിടെ നിൽക്കട്ടെ. തെളിവ് എന്താണെന്നറിയാം? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ റൂട്ട് എന്താ പറയുന്നത്? ഇനി കാലാന്ന് ഇയാള് എന്താണ് സുനന് പറഞ്ഞിട്ട് അഹമ്മദ് പറഞ്ഞ നബി പറഞ്ഞതുപോലെ ആകുമെന്നല്ലേ ചോദ്യം? കേട്ടോ, ഹദീസ് വായിച്ചു. കാല റസൂലുള്ളാഹി കാലല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് ഇന്നും ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങൾക്ക് വേറൊരു ഈ തൊള്ളപടായി അല്ലാതെ ഒരു കുന്തോ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ. ഒന്ന്, സിഹാഹു സിത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പെടുന്ന അങ്ങനെ എണ്ണുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ ഒറ്റക്ക് തന്നെ ഖുർആൻ ഒരു ഗ്രന്ഥമായിട്ട് അവിടെ ഉണ്ട്. സിഹാഹു സിത്ത എന്ന് പറയുന്നത് ഹദീസ് ഗ്രന്ഥങ്ങൾ സമാഹരിച്ചിട്ടുള്ള പല പണ്ഡിതന്മാരുടെയും ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. തോക്കിനൊടിക്കരുത്. ആന മണ്ടത്തരം ഇവിടെ എഴുന്നള്ളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അത് പറഞ്ഞു തരാണ്. ഇനി നാളെ ഒരാളോട് തർക്കിക്കാൻ പോകുമ്പോൾ ഈ മണ്ടത്തരം ആവർത്തിക്കരുത്. അതിനു വേണ്ടി ഒരു ഇൽമ പറഞ്ഞു തരാണ്. അതിന്റെ ഇടയിൽ ലൂൽമ കാണിക്കരുത്. ഓക്കെ. സിഹാഹു സിത്ത എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളക്ട് ചെയ്യപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏറ്റവും സ്വീകാര്യമെന്നും ഏറ്റവും ആധികാരികമെന്നും വിശ്വാസി സമൂഹം പൊതുവിൽ പണ്ഡിത ലോകം അംഗീകരിച്ചിട്ടുള്ള 6 ഹദീസ് കളക്ഷൻ ഗ്രന്ഥങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണ്. ആ ഗ്രന്ഥങ്ങളുടെ പേര് കേട്ടോ. 1 ബുഖാരി, 2 മുസ്ലിം, അത് കഴിഞ്ഞാൽ പിന്നെ സുനൻ നസായിയാണ്, അത് കഴിഞ്ഞാൽ അബൂദാവൂദ്, അത് കഴിഞ്ഞാൽ തിർമിദി, അത് കഴിഞ്ഞാൽ ഇബ്നു മാജ. ഇതാണ് 6 ഗ്രന്ഥങ്ങൾ സിഹാഹു സിത്തയിൽ. എടയിൽ കയറണ്ടാന്ന്. ഇത് നാട്ടുകാർ മൊത്തം കേൾക്കും. ഇനി ഇത് കഴിയുമ്പോ ഈ വിശ്വാസികളോട് ഉസ്താദിനോട് പളിതർച്ച് ചെന്നിട്ട് ഒന്ന് പതുക്കെ സ്വകാര്യത്തിൽ നാട്ടുകാരടി ചോദിക്കണ്ട, പതുക്കെ സ്വകാര്യം ചോദിച്ചളാ സുനൻ നസായി തിർമിദി ഇതിൽ പെട്ടതാണോന്ന്. ഓക്കെ. ഇനി കാല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞതല്ല കേട്ടോ. കേട്ടോ, അതിന്റെ സനദ് ഉൾപ്പെടെ വായിച്ചുതരാം. അഖ്ബർന ഇബ്രാൻ ഇബ്നു മൂസ ഖാല ഹദ്ദസന അബ്ദുൽ വാരിസി ഖാല ഹദ്ദസന അയ്യൂബ് മൻ
ഇക്രിമത ഖാല ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹു. ആരെങ്കിലും ഒരാളുടെ മതം മാറിയ ഓനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് മുഹമ്മദിന്റെ ഹദീസ് നേർക്കുനേർ വചനം ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു, സനദോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹദീസ് സഹീഹാണോ എന്ന് അവിടെ നിൽക്ക് പറഞ്ഞു തീരട്ടെ. ഒരു കാര്യം പറഞ്ഞു തരുമ്പോ അത് കേട്ടിട്ട് അത് കേൾക്ക്. അവിടെ നിൽക്ക് പറഞ്ഞു തരും. ഈ ഹദീസ് കഴിയട്ടെ ആദ്യം. ഹദീസ് കഴിഞ്ഞിട്ടല്ലേ അവിടക്ക്. അതിന്റെ ശേഷം ഇത് ഈ അടുത്ത കാലത്ത് ഒരു 2 നൂറ്റാണ്ട് പുറകിൽ അൽബാനി എന്ന് പറയുന്ന ഒരു ഹദീസ് പണ്ഡിതൻ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ സകല കൊക്കും കോണും പരിശോധിച്ച് ഈ ഹദീസ് സഹീഹ് ആണ് എന്ന് വീണ്ടും ഉറപ്പിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ പൂർണ്ണ രൂപമാണ് വായിച്ചത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ, കേക്കട്ടെ. ഞാൻ പറഞ്ഞേക്ക്, നിങ്ങൾ പറഞ്ഞല്ലപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. ആരെങ്കിലും അല്ലെങ്കിൽ ഹദീസിന്റെ അർത്ഥങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഒരാൾ മതം മാറിയാല് അവനെ കൊല്ലണം. അപ്പൊ ഒരു ഹിന്ദു മുസ്ലിം ആയാലും അവനെ കൊല്ലണം, അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആയാലും അവനെ കൊല്ലണം. ശരി കേട്ടോ. അല്ല ശരി എന്നാ ഒരാള് മതം മാറിയാൽ അത് പറയാൻ വന്ന ആളാണല്ലോ മുഹമ്മദ് നബി. അല്ല അല്ല ആരെങ്കിലും ഒരാള് മതം ഉടായ്പോണ്ട് ഇറങ്ങിക്കോളൂ. ഒരു ഉടായ്പ് മുഹമ്മദ് നബി എന്താ പറഞ്ഞ? മുഹമ്മദ് നബി ഹിന്ദുമതം പഠിപ്പിക്കാൻ വന്ന ആളാ. ഊളുപ്പില്ലാത്ത നോണയും പറഞ്ഞിട്ട് വന്നിട്ട് ഇരുന്നോളൂ. ചെല്ല് എല്ലാം കയ്യിന്ന് പോയി. ഞങ്ങളുടെ നാട്ടില് പറയില്ലേ? അതെ അത് ഈ ഉസ്താദിനോട് പോയി ചോദിക്കും. സിഹാബ് സിത്താറിന ഖുർആന് സുനൻ നസായി അതിലുള്ളതല്ല. നസായി എഴുതിയതാണ്. എന്തൊക്കെ ചോദ്യം. നിങ്ങളെ കൂടെ കൂടുന്ന ആളാണ് ഞാൻ. അതിനൊക്കെ ആവുമ്പോ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് അയച്ചുതരാം. നിങ്ങളെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ശരി എന്നാ ഓക്കെ. സന്തോഷമായില്ലേ ചേട്ടാ? മതം മാറിയാൽ കൊല്ലു കളയണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ ഏറ്റിക്കൊണ്ട് നടക്കുക. ചെല്ല് ശരി എന്നാ. സഹോദര, ഞാൻ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ ഒരു ആള് മതം വിട്ടാലും അവനെ കൊല്ലണം നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഏത് മതക്കാരൻ മതം വിട്ടാലും കൊല്ലണം എന്നാണോ? അതാണ് അതിന്റെ അർത്ഥം. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതായിരിക്കും അല്ലെ? മുഹമ്മദ് നബി, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായോ? ഒരു മിനിറ്റ് നിങ്ങൾക്ക് അങ്ങനെയാണോ മനസ്സിലായത്? നിങ്ങൾ പറയുന്ന ഈ ഹദീസ് ഖുർആനിനെതിരാണ്. ആണോ? ഏത് ആയത്തിനെതിരാവുക? ഖുർആനിൽ പറഞ്ഞത് ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാല് ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ കൊന്ന മാതിരിയാണെന്നാണ്. അല്ല അങ്ങനെ ഒരു ആയത്തിന്റെ നമ്പർ പറയും. ആയത്തുകൾ കേട്ടിട്ടുണ്ടോ? അല്ല, ആയത്തിന്റെ നമ്പർ പറയും. ആരെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാല് അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെ രക്ഷപ്പെടുത്തിയ ആരെങ്കിലും ഒരുത്തൻ കൊന്നാല് അത് ഖുർആനിലുള്ള ആയത്തിന്റെ നമ്പർ പറയും സുഹൃത്തെ. നമുക്ക് ഇപ്പൊ തന്നെ നോക്കി പോകേ. അതല്ല, നിങ്ങൾ ആദ്യം മുസ്ലിം അല്ലായിരുന്നോ? അല്ല, ആയത്ത് നമ്പർ പറയേ. അല്ല, നിങ്ങൾ ആദ്യം മുസ്ലിം അല്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ ആയത്ത് പറയ് ചങ്ങാതിയെ. നിങ്ങൾ പറഞ്ഞ ആയത്ത് നമ്പർ പറയേ. ഖുർആൻ പഠിച്ചിട്ടില്ല? ഇല്ല. നിങ്ങളിപ്പോ ഹദീസ് ചോദിച്ചപ്പോ എന്തൊക്കെ ചോദ്യമായിരുന്നു? എഴുതിയ ആളുടെ വല്യപ്പാന്റെ പേര് വരെ വേണം. നിങ്ങളിപ്പോ പറഞ്ഞ ഖുർആൻ വായിച്ചതിനോട് പറയേ. ഒന്ന് വെച്ചിട്ട് പോ ചങ്ങായി. ഒരു വർത്താനം അറിയില്ല, അങ്ങോട്ട് വന്നോളൂ. ഇനി അടുത്ത തവണ ആരെങ്കിലും പോകുമ്പോ സിഹാസിത്ത് എന്താണ് ഹദീസ് എന്താ ഖുർആൻ എന്നൊക്കെ പഠിച്ചിട്ട് പോകും. ചങ്ങായെ, ഇസ്ലാമിന്റെ അടിസ്ഥാനം സിയാസിത്തൊന്നല്ല. ഖുർആനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ശരീഅത്തിന് വിധേയമായ കാരണത്തിനല്ലാതെ ഒരാളെ കൊന്നാലാണ് കേട്ടോ. ശരീഅത്തിന് അതായത് ഇസ്ലാമികമായ കാരണങ്ങളില്ലാതെ കൊന്നാലാണ്. ഇത് കൊല്ലാനുള്ള ഇസ്ലാമിക. അപ്പൊ മുഹമ്മദ് നബി ഇസ്ലാമിനെതിരെ ഖുർആനെതിരെ സംസാരിച്ച ആളാണ്. മുഹമ്മദ് നബി ഖുർആനെതിരെ സംസാരിച്ച മഹാനാണല്ലേ. മുഹമ്മദ് നബി ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത ആളാണ്. അടിപൊളി. എന്നാ അവിടെ നിർത്താൻ പറ്റും. അല്ലല്ല, ഇസ്ലാമിനെതിരെ നമ്മൾ പറഞ്ഞത് തെറ്റ് പറ്റിയതാ. അപ്പൊ മുഹമ്മദ് നബി ഖുർആനെതിരെ സംസാരിച്ചിട്ടുണ്ട്.
ഖുർആനെതിരെ സംസാരിച്ചിട്ടുണ്ട് ആര്? മുഹമ്മദ് നബി. മുഹമ്മദ് നബി. അത് ആരെങ്കിലും പറഞ്ഞു? ഇതിപ്പോ നിങ്ങള് പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്. ഇസ്ലാമിനും വേണ്ടി യുദ്ധം ചെയ്ത ആളാണ് നബി പറഞ്ഞത് ഒരാളെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറഞ്ഞ ഹദീസ് തെറ്റാണ് എന്നാണ് നിങ്ങൾ പറയണത്. അത് ഖുർആനെതിരാണെന്നാണ് പറയുന്നത്. ഒരു മിനിമം ഉളുപ്പ്, ഞാൻ പറയാം ഒരു മിനിമം ഉളുപ്പ് എന്ന് ഒരു സാധനം ഒരു മനുഷ്യൻ ഉണ്ടാവണം നിർബന്ധമാണ്. അതാണ് പ്രശ്നം. ഖുർആനെതിരായ ഹദീസ്, എതിരായിട്ട് ഒരു ഹദീസ് വന്നാൽ ആ ഹദീസ് നമ്മൾ ഒരു ഹദീസ് ഖുർആനെതിരെ പറഞ്ഞത് ഒരു ഹദീസ് എവിടെന്നോ പഠിച്ചതാണ്. ഇങ്ങനെ തേഞ്ഞൊട്ടാൻ വേണ്ടി ഇനിയും ബടായി പറയണോ? ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങളോട്. ഒറ്റൊന്നും കാര്യമില്ല, ആകെ കയ്യിൽ പോയി പെനഞ്ഞ് കിടക്കാണ്. ഇപ്പൊ ഒറ്റൊന്നും കാര്യമില്ല. അതെ എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളാണ്. നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമായി. ഒരു മിനിറ്റ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങൾ സന്തോഷമായില്ലേ? ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. സന്തോഷമായോ? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കരുത്. സംസാരിക്കരുത്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കരുത്. അപ്പൊ ശരി. ഇസ്ലാം പറഞ്ഞ ഈ സിയാസിസമല്ല അവിടെ സഹോദര, ഈ സിയാസിസമല്ല ഇസ്ലാമേ. സിയാസിസ് ഉണ്ടായാലും ഇസ്ലാമിനെ വിചാരിക്കരുത്. വീട്ടിലാണോ? ഡോക്ടറെ കൊണ്ടുവരും. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കട്ടെ സുഹൃത്തെ. നിങ്ങൾ അവിടെ കിടന്ന് ഒച്ചയിടുകയാണ്, ബഹളം വെക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ മാനസിക നില തെറ്റിയ പോലെ നിങ്ങൾ അവിടെ കിടന്ന് ഒച്ചയിടണേ. ഒന്ന് അടങ്ങ്. അതെ, അത് കേൾക്കുന്നവർക്ക് തോന്നും. ഒരു മിനിറ്റ് കേൾക്ക്. നിങ്ങൾ എന്നോട് ഫോണിൽ ഹലോ സുഹൃത്തെ, നിങ്ങൾ എന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് എന്ത് എനിക്കറിയാം, എന്ത് നിങ്ങൾക്കറിയാം എന്നത് കേട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലാന്ന് നിങ്ങൾ അങ്ങനെ സമാധാനിച്ചോളി. മാത്രമേ അറിയുള്ളൂ. ഈ നിങ്ങൾ നിലവിളിക്കല്ലേ മനുഷ്യ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിച്ച കുട്ടികൾ മനുഷ്യന്മാരെന്ത് വിചാരിക്കും? നിങ്ങൾ എന്തിനിങ്ങനെ നിലവിളിക്കണേ? നിങ്ങൾ നിലവിളിക്കല്ലേ? നിങ്ങൾ നിലവിളിക്കല്ലേ? നിങ്ങൾ സമാധാനാവും. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ സമാധാനം. നിലവിളിക്കല്ലേ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം. ഓക്കെ? എനിക്കാണോ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം, നിങ്ങൾക്കാണോ അറിയാൻ? ഇത് കേൾക്കുന്ന ആൾക്കാർ തീരുമാനിച്ചോളൂല്ലോ. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇനി എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാവണില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് സമയം പോലെ കുത്തിരുന്ന് വായിച്ചാല് സുഹൃത്തെ, നിങ്ങൾ ഭയങ്കരമായിട്ട് കഴിഞ്ഞു പോയി. നിങ്ങൾ കരയണ്ട. നിലവിളിക്കല്ലേ? അറിയില്ലാന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ശരി സമ്മതിച്ചു. നിങ്ങൾ കരയണ്ട. നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും സമ്മതിക്കാം. നിങ്ങളെ സമാധാനാവാൻ വേണ്ടി ഞാൻ എന്ത് വേണേലും സമ്മതിക്കാം. ഞാൻ ഷഹാദത്ത് കലിമ നിങ്ങൾ കരച്ചിൽ നിർത്തുമോ? ഷഹാദത്ത് കലിമ ചൊല്ലി നിങ്ങൾ കരച്ചിൽ നിർത്തുമോ? ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി നിങ്ങൾ ഈ കരച്ചിലൊന്ന് നിർത്തുവോ? ഞാനൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരാം. നിങ്ങൾ കരച്ചിലൊന്ന് നിർത്തുമോ? അതാണ് സമാധാനപ്പെടി. ഒരു മിനിറ്റ്, എന്റെ പൊന്നോ, ഞാൻ നിങ്ങൾക്ക് സമാധാനമാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത് മുഴുവൻ. ഒന്ന് സമാധാനത്തോടെ കേക്ക്. ഒരു മിനിറ്റ് ഇനി കേക്ക്, ഒരു 20 സെക്കൻഡ് കേക്ക്. അതിന്റെ ഇടയിൽ കരച്ചിൽ തുടങ്ങരുത്. ഓക്കെ? ഈ സംഭാഷണത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സമാധാനത്തോടു കൂടി ആൾക്കാർ കേട്ട് വിലയിരുത്തട്ടെ എന്താണ് സംഭവം, ആർക്കാണ് അറിയുന്നത് അറിയാത്തത് എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സാധനത്തിന്റെ ബേസിക് സാധനം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്.
വെറുതെ ഇതുപോലെ വന്നിട്ട് സിഹാവ് സിത്തയിൽ പെടുന്നതാണ് ഖുർആന്, നസായി സിഹാവ് സിത്തിൽ പെടൂല, നസായിലുള്ളത് ഇസ്ലാം അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് അതിന്റെ ഫാക്ട് അല്ലാത്തതെന്ന്. പിന്നെ ഇസ്ലാം എന്തുകൊണ്ട് ഗോത്രീയതയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ എന്നോട് ഈ വിളിച്ച് ഒച്ചടാനുള്ള ഏക കാരണം ഞാൻ നിങ്ങളുടെ ഗോത്രമായ മതത്തിന്റെ സങ്കല്പത്തിനെതിരെ സംസാരിക്കുന്നു, അതിന്റെ മാനവിക വിരുദ്ധ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതിന്റെ ഒരു കാരണം കൊണ്ടാണ്. അല്ല നമ്മൾ തമ്മിൽ വേറെ ഇടപാടൊന്നുമില്ലല്ലോ. ഇതിനെയാണ് ഗോത്രീയത എന്ന് പറയണത്. ഇതുകൊണ്ടാണ് ഗോത്രീയത എന്ന് ഞാൻ പറയണത്. ഇതേ സമയത്ത് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ട്. നിങ്ങൾ 20 സെക്കൻഡ് ഒരു മിനിറ്റിന്റെ കൂടുതലായി. നിങ്ങൾ പറയും 20 സെക്കൻഡ് പറഞ്ഞ ഒരു അര മിനിറ്റ് 1 മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കുക. ഞാൻ ഒരു യാത്രയുടെ ഇടയിൽ വണ്ടി സൈഡാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അതല്ല, ഞാനേ ഒന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു മിനിറ്റ് സംസാരിക്കൂട്ടാ. നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ അവസാനിപ്പിച്ചോളിയും. ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങൾ സോറി ഒന്നും മിണ്ടാണ്ട് ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിയാവുദ്ദീത്തായി പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം പഠിച്ചെന്നല്ല അതിന്റെ അർത്ഥം. ഈ സിയാവുദ്ദീത്ത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ കഥകളാ. മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ശരിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട്, ഇസ്ലാമിന് അറിയില്ല എങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാണ്ടിരിക്കുക, ഇസ്ലാമിനെ വിമർശിക്കാണ്ടിരിക്കുക. ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആ തിരുസുന്നത്ത് പറഞ്ഞ സഹിയായ ഹദീസുകളാണ്. ആ സഹിയായ ഹദീസ് എങ്ങനെ ഖുർആനിന് എതിരായിട്ട് ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഹദീസ് സഹിഹ അല്ലാന്ന്. ഒരു ഹദീസ് ഖുർആനിന് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ഹദീസ് തള്ളേണ്ടതാണ്. മനസ്സിലായ? അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ ഒരു ഇത് വെച്ചാണ്ട് ഇസ്ലാമിനെ അളക്കാൻ പറ്റില്ല. ഈ സിഹാവുദ്ദീത്ത വെച്ചാണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടാൻ പറ്റുന്ന ഒരു സാധനമല്ല. രണ്ടാമത്തത് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പമെന്താണെന്നറിയാം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചില്ല. നിങ്ങൾ മദ്രസയിൽ പോയി പഠിച്ചതൊക്കെ അതന്നെ ദീന്, അതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ പഠിച്ചില്ല. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. ഓക്കെ, ശരി. എന്നാലേ നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ല. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇത് നിങ്ങൾ റിക്കാർഡ് ചെയ്ത് വിട്ടോളി. ഇപ്പൊ തന്നെ വിടും കേട്ടോ. നിങ്ങൾ ഇതിന്റെ കമന്റ് ഒക്കെ സമയം പോലെ വായിക്കണേ. താങ്ക് യു.